ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മൈദയും റവയും കൊണ്ട് ഒരു അടിപൊളി സ്നാക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി അതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഒരു പ്ലേറ്റ് നിറയെ 1 കപ്പ് മൈദയും 2-3 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൊടുത്താൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് റെഡിയാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം, കണ്ടു. ആദ്യം തന്നെ അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ മാവാണ് വേണ്ടത്. ഗോതമ്പ് മാവിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്നത് മൈദ മാവിലാണ്. അപ്പോൾ ഒരു 250 ml ഇതുപോലത്തെ ഒരു കപ്പിലാണ്, ഇഷ്ടമുള്ള അളവിൽ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്, വറുത്ത അരിപ്പൊടി. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറഞ്ഞ അളവിൽ പഞ്ചസാരയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ചേർക്കുമ്പം തന്നെ ആവശ്യത്തിന് ചെറിയൊരു മധുരമൊക്കെ കിട്ടും. ഓവർ മധുരം ആവുകയാണെങ്കിൽ നമുക്കിത് കഴിക്കാൻ പാടാണ്. കളറിന് ചെറിയൊരു അളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാവുന്നതാണ്. ഒരു 2 പിഞ്ചോളം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റവ ഇച്ചിരി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവും ചേർക്കാം. അപ്പോഴും 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി മതിയാകും. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ ആയിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ താണ്ടെ ഒരു 5 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തിരിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ റവ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കാം. അപ്പോൾ 5 ടേബിൾ സ്പൂൺ റവ ചേർത്തപ്പോൾ തന്നെ നല്ലൊരു കട്ടിയായിട്ടുണ്ട്. ഇതിന് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറിയ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇത്രയും 1 കപ്പ് മാവിൽ തന്നെ ഒത്തിരി സ്നാക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മൊരിഞ്ഞും കിട്ടും. നമുക്ക് ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെറിയ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. കൈ കൊണ്ടായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ, വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒരു ഭാഗം താണ്ടെ മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് നിൽക്കുന്നത്, എന്നാൽ അകം നല്ല സ്പോഞ്ചുമായിട്ടാണ്. അപ്പോൾ അത് കഴിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ബാച്ച് തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും അതുപോലെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എപ്പോഴും പറയുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് കാണുന്നവർ ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ